ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ റമളാൻ നോമ്പുകാലമാണല്ലോ. റമളാൻ നോമ്പിനെ തന്നെ ബാത്തിലാക്കി കളയുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നമസ്കാര സമയ പട്ടികകളിലും ആ പട്ടികൾക്ക് അനുസൃതമായി തയ്യാർ ചെയ്യപ്പെട്ട ഡിജിറ്റൽ ക്ലോക്കുകളിലെല്ലാം ബാങ്കിൻ്റെ സമയം സൂക്ഷ്മതയ്ക്ക് വേണ്ടിയുള്ള 3 മിനിറ്റ് കൂടി ചേർത്തിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധമായ റമളാനിലെ സുബ്ഹി ബാങ്കുകൾ ഈ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയുള്ള 3 മിനിറ്റുകൾ ഒഴിവാക്കിയാണ് വിളിക്കേണ്ടത് എന്ന് ആ പട്ടികകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരും അത് ശ്രദ്ധിക്കാതെ പട്ടികയിൽ ഉള്ളതനുസരിച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ പലരുടെയും നോമ്പ് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയുള്ള ഈ 3 മിനിറ്റ് ഒഴിവാക്കിയാണ് റമളാനിലെ സുബ്ഹി ബാങ്ക് വിളിക്കേണ്ടത്. പലരും ഇത് ശ്രദ്ധിക്കാതെ പട്ടികയിലുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലോക്കുകളിലുള്ള സമയത്ത് തന്നെ ബാങ്ക് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിച്ചതിന് ശേഷം 50 ആയത്ത് ഓതാൻ ആവശ്യമായ സമയം കഴിഞ്ഞാണ് സുബ്ഹി ബാങ്ക് കൊടുക്കാറുള്ളത്. അതനുസരിച്ച് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് 18 മിനിറ്റ് മുമ്പ് തന്നെ അത്താഴം കഴിക്കുന്നത് അവസാനിപ്പിക്കൽ സുന്നത്താണ് എന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പഴയകാല നമസ്കാര സമയ പട്ടികകളിൽ അത്താഴ വിരാമം എന്ന് പറഞ്ഞൊരു സമയം കൊടുത്തിട്ടുണ്ട്. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 18 മിനിറ്റ് മുമ്പാണ് അത്താഴ വിരാമം എന്ന് പട്ടികകളിൽ കൊടുത്തിട്ടുള്ളത്. അതനുസരിച്ച് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 18 മിനിറ്റ് മുമ്പ് തന്നെ അത്താഴത്തിൽ നിന്നും വിരമിക്കൽ സുന്നത്താണ്. അതേസമയം സൂക്ഷ്മതയ്ക്ക് വേണ്ടിയുള്ള 3 മിനിറ്റ് ഒഴിവാക്കി കൊടുക്കൽ നിർബന്ധവുമാണ്. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പ് തന്നെ ബാത്തിലായി പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.